Hello guys, welcome to my YouTube channel. It's me MPTECHY. അതിൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം ഇത്ര നാളും വീഡിയോ ഇടാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമൊക്കെ ആയിരുന്നു. അത് കാരണം എനിക്കൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ പഠിക്കാനുള്ള ആവശ്യമുള്ളതുകൊണ്ട്. അന്നേരം നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ന്യൂ ഡെവലപ്ഡ് അല്ലെ ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരുന്ന തീരാറായ സ്റ്റേജ് ആയത് നമ്മുടെ OS അല്ലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യയുടെ സ്വന്തമായിട്ട് നിർമ്മിച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. എന്തുകൊണ്ടും ഒരു നല്ല കണ്ടൻറ്റാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം ഇതുപോലത്തെ കണ്ടൻറ്റ് ഒത്തിരി പേരൊന്നും ചെയ്തിട്ടില്ല. ഇത് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലാണ്. നമുക്ക് ആദ്യം തുടങ്ങാം. ഓക്കെ, ഇത് നമ്മുടെ പുതിയ OS ആണ്. OS എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോൺ കാണും. അതിനകത്ത് ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ പോലെ തന്നെയാണ് ഇതും. ഇതൊരു സോഫ്റ്റ്വെയറിൻ്റെ രീതിയിലാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് അതിനകത്ത് ആപ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം പ്ലേ സ്റ്റോറും അതുപോലെ ആപ്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഇപ്പോൾ ഒരു ആപ്പാണെങ്കിൽ ആ ആപ്പ് ലോഡായിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ആപ്പിനകത്താണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായി കാണും. ഇപ്പം കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ബ്ലൂ സ്റ്റാക്ക്. ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളൊരു PC ഉണ്ടെന്ന് വിചാരിച്ചു. ആ PCക്കകത്ത് നിങ്ങൾക്ക് ബ്ലൂ സ്റ്റാക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. 2GB മേളിൽ റാം ഉള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നേരം മൊബൈലുള്ള ആപ്സ് എല്ലാം നിങ്ങൾക്ക് നമ്മുടെ വിൻഡോസിന് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് വാട്സപ്പ് അതൊക്കെ നമുക്ക് വിൻഡോസ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഗെയിംസ് ഫ്രീ ഫയർ ഒക്കെ അങ്ങനെയാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഗെയിംസൊക്കെ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരുണ്ട്. എന്തായാലും അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം രണ്ടെണ്ണം ഉണ്ട് ബേസിക്കലി. ഒന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും പിന്നെ iOS ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ. നമ്മുടെ BharOS വരുന്നത് ഉണ്ടാക്കിയത് IIT മദ്രാസ് ആണ്. IIT മദ്രാസ് മീൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജി ഓഫ് മദ്രാസ് എന്നാണ് IIT മദ്രാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവരാണിത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നമ്മൾ ഇത് ഭാരത് OS എന്നാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ BharOS എന്നാണ്. എനിക്ക് ഈ BharOS എന്ന് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭാരത് OS എന്ന് തന്നെ പറയത്തുള്ളൂ. ഓക്കെ, അന്നേരം ഈ ഭാരത് OS കസ്റ്റം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ കസ്റ്റം നമ്മൾ കുറച്ചും കൂടെ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന സാധനം തന്നെയാണ്. ബട്ട് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ആപ്സൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം, അതെല്ലാം സെയിം ആയിരിക്കും. ബട്ട് നമ്മുടെ തീം, വിൻഡോയ് പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം നല്ല രീതിയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ബേസ് ചെയ്തല്ല. ഇതിന് ഏറ്റവും വലിയ ടെക്നോളജി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത് ഇറക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റിയാണ്, അല്ലെങ്കിൽ സെക്യൂർ ആയിരിക്കാനാണ്. കാര്യം ഇന്ത്യയിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എപ്പോഴും ഒന്നുകിൽ മാൽവെയർ അറ്റാക്ക് അല്ലാതെ ഫ്രോഡ്, സ്പാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതിനാലാണ് ഇത് നിർമ്മിച്ചതെന്നാണ് അറിയാൻ പറ്റുന്നത്. അന്നേരം ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഫാസ്റ്റ് ആയിരിക്കും, പിന്നെ സെക്യൂർ ആയിരിക്കും, എഫിഷ്യൻ്റ് ആയിരിക്കും. എഫിഷ്യൻ്റ് മീൻസ് നിങ്ങളുടെ ഇപ്പം എൻ്റെ ഇരിക്കുന്ന കുറച്ച് ഫോണിൻ്റെ ഇത് പറയാം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മിയുടെ Note 10T Pro ആണ്. അത് അത്യാവശ്യം നല്ലൊരു ഫോണാണ്, നല്ല പെർഫോമൻസ് ഉള്ളൊരു ഫോൺ തന്നെയാണ്. അതിനകത്തെന്ന് പറയുമ്പം 4GB റാമിൻ്റെ ആണ്. അല്ലാതെ എൻ്റെ വേറെ വിവോയുടെ Y91i എന്ന് പറഞ്ഞ ഫോണുണ്ട്. ഇറ്റ്സ് ബേസിക്കലി ലോ എൻഡ്. ആ ലോ എൻഡ് ഫോണിലാണെങ്കിൽ എനിക്ക് ഈ BharOS കയറ്റാം. ഇതിനകത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, BharOS നിങ്ങൾക്ക് എത്ര ചെറിയ ഫോണായാലും അല്ലെങ്കിൽ കാര്യങ്ങളായാലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ ഫാസ്റ്റും എഫിഷ്യൻറ്റും എല്ലാം ആയിരിക്കും എന്നാണ് പറയുന്നത്. പെർഫോമൻസ് കാര്യത്തിൽ ഒരു രക്ഷയില്ലെന്നാണ് ഇവർ ഡെവലപ്മെൻറ്റ് പറയുന്നത്. ഏത് പവർലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾഡർ ഫോണിലും നിങ്ങൾക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് സ്മൂത്തായിട്ട് എൻജോയ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇത് സെയിം ലൈക്ക് ആൻഡ്രോയിഡ് ബേസ്ഡ് തന്നെയാണ്.
ബട്ട് ഡിഫറൻസ് ഉണ്ടായിരിക്കും. നമുക്ക് എന്തായാലും അത് വരുമ്പം ഞാൻ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഫോണിൽ കാണിക്കും. അത് ലോ എൻഡിലും വലിയ ടോപ്പ് എൻഡിലും കാണിച്ചു തരാം, നോ പ്രോബ്ലം. പിന്നെ ഇതിൻ്റെ യൂണീക്കായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഏറ്റവും പ്രത്യേകം ആക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്റ്റിമൈസേഷനാണ്. അതാ പറഞ്ഞത്, ലോ എൻഡിലൊക്കെ നല്ല ഫാസ്റ്റായിട്ടൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ റൺ ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ കസ്റ്റമൈസേഷനാണ്. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും അറിയായിരിക്കണം എത്രമാത്രം നമുക്ക് കസ്റ്റമൈസ്, ഇപ്പം ഈ ഫോണിനകത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു അതെല്ലാം ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. കാര്യം ഇപ്പം റോൾസ് റോയ്സ് എക്സാമ്പിൾ, റോൾസ് റോയ്സ് എന്ന് വെച്ചാൽ കസ്റ്റമൈസിൻ്റെ അങ്ങേയറ്റമാണ് റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത്രയും വലിയ വില. അതുപോലെ തന്നെയാണ് എന്തുമാത്രം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ ആ വണ്ടിക്കകത്ത്, നമുക്ക് എഞ്ചിനൊന്നും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുപോലൊക്കെ തന്നെ ഫോണിനകത്ത് എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കസ്റ്റമൈസേഷൻ ഇതിനകത്ത് നടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഈ ഭാരത് OS ബേസിക്കലി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അല്ലെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സെക്യൂരിറ്റിയെ തന്നെയാണ്. കാര്യം നമുക്കറിയായിരിക്കും എത്ര പേരുടെ പൈസ മാത്രമാണ് പോയതെന്ന്, എന്തുമാത്രം ഫ്രോഡാണ് സ്പാമാണ് എല്ലാം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാനൊന്നും വിശദമാക്കാൻ പോകുന്നില്ല. അത് കാരണത്താൽ സെക്യൂരിറ്റി ഏറ്റവും കൂടുതൽ ബേസ് ചെയ്താണ് ഇറക്കുന്നത് നമ്മുടെ ഭാരത് OS. കാര്യം നമ്മുടെ ആൻഡ്രോയിഡ് ബേസിനകത്താണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ആൻഡ്രോയിഡ് ബേസിനകത്താണ് ഏറ്റവും കൂടുതൽ ഫ്രോഡ് നടന്നിട്ടുള്ളത്. iOS-നേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. ബിക്കോസ് മാൽവെയർ പിന്നെ അങ്ങനെയുള്ള കുറച്ച് അറ്റാക്സ് ഒക്കെ വരുന്ന കാരണം ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് എൻഹാൻസ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. എൻഹാൻസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം ഇപ്പോൾ 1 GB ആയാലും 1/2 GB ആയാലും അതിനി എത്ര വർഷം പഴയ ഫോണായാലും അതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതിനെ എത്രമാത്രം പഴയതായോ അത്രമാത്രം ഗുണങ്ങളാക്കി എത്രമാത്രം പെർഫോമൻസ് എടുക്കുകയാണ് ഇതിൻ്റെ ബേസിക്കലി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് പറയുന്നത്, IIT മദ്രാസ്. അന്നേരം ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നോട് എല്ലാവരും ക്ഷമിക്കുക, ഇത്ര നാളും വീഡിയോ ഇടാത്തതിന്. എബൌട്ട് 2 മന്തോളം ഇട്ടില്ലായിരുന്നു. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട്, കയറി നോക്കുക. വെബ്സൈറ്റ് ലിങ്ക് താഴെ കൊടുത്തേക്കാം. വെബ്സൈറ്റിൻ്റെ പേര് news24 സ്പേസ് ഒന്നുമില്ല കേട്ടോ, news24x7.site എന്നാണ്. എല്ലാവരും കയറി നോക്കുക. അതിന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ഇത് കാണും. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഒക്കെ വരുന്നതേ ഉള്ളൂ. റിലീസ് ഡേറ്റ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമ്മൾ 2 ഫോണിൽ നമ്മൾ ഇൻസ്റ്റാളും ചെയ്ത് കാണിക്കും. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്.